കൊടും ചൂടിനിടെ സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. രാത്രി സമയങ്ങളിൽ വൈദ്യുതിയില്ലാതെ വലയുന്ന ജനം പ്രതിഷേധവുമായി എത്തുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ചവറ പന്മനയിൽ KSEB ഓഫീസിലേക്ക് ആളുകളെത്തി പ്രതിഷേധിച്ചു. സാധാരണപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? വെള്ളത്തിലിറങ്ങി കിടക്കാൻ പറ്റുമോ രാത്രി? അപകടമായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു പായം തരാനായിട്ട് വരാമ്പോ ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങും. എനിക്കിത് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ ഓരോ ഫാനൊക്കെ ചുമ്മാതെ നടന്ന് കറങ്ങും, ആളില്ലാതെ. എല്ലാം കംപ്ലീറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കും പറയുന്നത് ലോഡ് കൂടുതലായി, നിങ്ങൾ ഉപയോഗിച്ച് ലോഡ് കൂടുതലായി, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. വിളിച്ചാൽ ഫോൺ എടുക്കുക. ഇപ്പൊ ഒരു അരമണിക്കൂർ കട്ടിങ് ഉണ്ട് സാറേ. കട്ടിങ് സാറ് ഇതിപ്പോ 11:30 12:30 നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഗവൺമെന്റ് പോലും തീരുമാനിച്ചില്ലല്ലോ ലോഡ് ഷെഡിങ് ഉണ്ടെന്നുള്ളത്. ഞങ്ങളെ വിളിച്ച് അറിയിപ്പിച്ചതാ സാറേ. അത് ഇത് പബ്ലിക്കായിട്ട് അറിയണ്ടേ? ബാക്കിയുള്ള ജനങ്ങൾ കിടന്നിറങ്ങുന്നില്ലേ? നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടന്നിറങ്ങാം. ബാക്കിയുള്ളവർക്ക് ഇറങ്ങണ്ടേ? പിള്ളേരും കാര്യങ്ങളെല്ലാം എണിച്ചിരിക്കുക ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അത് സബ്സ്റ്റേഷനിൽ എടുത്ത് പറയുന്നത് പബ്ലിസിറ്റി ആയിട്ട് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ കൊടുത്ത് ലോഡ് ഷെഡിങ് കൊണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയണം. ജനങ്ങളെ വിളിച്ച് അങ്ങോട്ട് ചോദിക്കണമെന്ന് പറയണം. നിങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ലേ? നമുക്കത് പറയാൻ പറ്റത്തില്ല. അതാ സബ്സ്റ്റേഷനിൽ ചോദിച്ചാൽ പറയാൻ പറ്റാത്തത്? ഞങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല സാറേ. അതെന്താണെന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് സബ്സ്റ്റേഷൻ നിങ്ങളുടെ മേലെ അധികാരി പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ചോദിക്കാൻ പറ്റാത്ത കാര്യം എന്തത്? ഞാൻ ഇനി അറ്റത്തൊരു കീഴ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് അവര് പറയാൻ സംശയം. നിങ്ങൾ ഏത് ഉദ്യോഗസ്ഥനാണ്? കോൾ എടുത്തോട്ടെ സാറേ. ഇതെപ്പോ വരും പറഞ്ഞേ? അരമണിക്കൂർ ഓൾറെഡി ആയി സാറേ. അത് അന്നപ്പോ വരും. അരമണിക്കൂർ ആയെങ്കിൽ വരും. അരമണിക്കൂർ ചാർജ് ചെയ്യുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞത്. കൊല്ലത്തു നിന്നും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഈ പന്മനയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? എന്താണ് അവിടെ എങ്ങനെ അത് അവസാനിച്ചു? SKN ഇത്ര മണിക്കൂറിൽ പവർ കട്ട് അത് സ്ഥിരമായിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിൽ വലയുകയാണ് ജനം. പന്മനയിലും കരുനാഗപ്പള്ളിയിലും കൊല്ലത്തുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ കറണ്ട് കട്ട് ചെയ്യുന്നതിലാണ് ജനങ്ങൾ വലിയ പരാതിയും പ്രതിഷേധവും അറിയിക്കുന്നത്. പരാതി പറയാനായിട്ട് KSEB ഓഫീസുകളിലേക്ക് വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പലരും കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജും AC-യും ഒക്കെ ഓൺ ആയിരിക്കും, ഓവർലോഡ് ഉണ്ടായി കാണും, അതുകൊണ്ടാണ് കറണ്ട് പോകുന്നത്, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പണി നടക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള മറുപടിയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതേ തുടർന്നാണ് ഈ ജനങ്ങൾ കൂട്ടത്തോടെ KSEB ഓഫീസിലേക്ക് കയറി ചെല്ലുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പന്മന ഓഫീസിലൊക്കെ ജനങ്ങൾ ചെല്ലുമ്പോൾ ഓഫീസിനകത്ത് KSEB ഓഫീസിനകത്ത് കറണ്ട് ഉണ്ട് എന്നുള്ളതാണ്. പുറത്ത് ജനങ്ങളുടെ വീട്ടുകളിലാണ് അത്തരത്തിൽ കറണ്ട് ഇല്ലാത്തത്. അത് മുൻകൂട്ടി അറിയിക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്നുള്ള ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടങ്ങളിൽ എന്തെങ്കിലും പണി എവിടെയെങ്കിലും നടക്കുന്നത് കൊണ്ടാണ് കട്ട് ചെയ്യുന്നതൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ അത് കട്ടുണ്ട്, സബ് ഡിവിഷനിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര സമയം തങ്ങൾ കറണ്ട് കട്ടാക്കിയത്. സൂര്യഗായത്രി, മനസ്സിലായി. എന്തായാലും ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണെന്ന് മനസ്സിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.